എനിക്കൊരു മോളും മോനും ഉള്ളത്. അപ്പോൾ മോള് 2016 ഈ പറയുന്ന പോലെ ഒരു 2.5 വയസ്സായ സമയത്താണ് മോണ്ടിസോറിയിൽ ചേരുന്നത്. അപ്പം അന്ന് ഈ മോണ്ടിസോറി സിസ്റ്റം എന്താവും നമുക്കറിയില്ല. അപ്പോൾ മോളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അവൾ ചേർന്ന് അവൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും പരിചയമൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടി തുടങ്ങി. പിന്നെ ഞങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചത് എന്താണെന്നെങ്കിൽ കോവിഡ് ടൈമിൽ ഈ പറയുന്ന പോലെ 2 വർഷത്തോളം നമുക്ക് മിസ്സായി. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങൾ അവളെ മാറ്റി, ട്രഡീഷണൽ സ്കൂളിങ്ങിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പലരും ചോദിച്ചു ഇങ്ങനെ ട്രഡീഷണൽ സ്കൂളിങ്ങിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് അതിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ മോള് 2ാം ക്ലാസ്സിലാണ് പിന്നെ ജോയിൻ ചെയ്യുന്നത്. അതായത് മോണ്ടിസോറിയിൽ എനിക്ക് തോന്നുന്നു 2-3 വർഷം പഠിച്ചതിന് ശേഷം ട്രഡീഷണൽ സ്കൂളിൽ 2ാം ക്ലാസ്സിലാണ് അവൾ ജോയിൻ ചെയ്യുന്നത്. 1ാം ക്ലാസ്സിൽ കോവിഡ് ഇതായിട്ടായിരുന്നു, 2ാം ക്ലാസ്സിലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അവൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്തു. ഒരു പ്രശ്നം ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ മോനിപ്പോൾ മോനിപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവനിപ്പോൾ കുറച്ച് UKG ലെവലിലാണ് ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ ഈ പറയുന്ന പോലെ ഇവിടെ പറ്റാവുന്നിടത്തോളം കാലം ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു മോഹം. ഈ പറയുന്ന പോലെ ഈ മോണ്ടിസറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അത് പല സ്ഥലത്തും ഇല്ല. പല സ്ഥലത്തും ഈ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സോ കോൾഡ് മോണ്ടിസറി എന്ന് എഴുതിയിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെങ്കിൽ നമുക്ക് കുട്ടികളുടെ എന്ത് കാര്യവും നമുക്ക് അസീസ് സാറിനോട് പോയി ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് ചില കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പല സമയത്തും അസീസ് സാറിനോട് നേരിട്ട് പോയിട്ട് ചോദിക്കും, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ വളരെ ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ കുട്ടിയുടെ ഗ്രോത്ത് നമുക്കെന്നെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പാരൻ്റ് ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ മാത്സിൽ കുട്ടി ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാനുണ്ട് വിസിബിളായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കണ്ടത് ഇപ്പോൾ എൻ്റെ മോൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ UKGക്ക് ഇക്വലൻ്റ് ആയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒരു തവണ വൈഫ് ഈ പറയുന്ന പോലെ ഒരു പുസ്തകം എടുത്തിട്ട് അതിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവൻ 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ വേഗം വന്നിട്ട് 100,000 എന്ന് വായിച്ചു, അതായത് 1,00,000. അപ്പോൾ 5 വയസ്സുള്ളൊരു കുട്ടി 1,00,000 എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവൻ 76,000, 35,000 ഇതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പറ്റുന്നുള്ളത് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ സ്കൂളിങ്ങിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് എടുത്ത് കാണാതെ പഠിച്ച് ചെയ്യുന്നൊരു കാര്യം വളരെ നാച്ചുറലായിട്ട് അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കുറേ ടെസ്റ്റിംഗ് പോയിൻറ്റ്സ് ഇല്ല. ഈ പറയുന്ന പോലെ ഗുണനപ്പട്ടിക കാണാതെ പഠിച്ച് ചൊല്ലിച്ച് മനസ്സിലാക്കി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അത് അവരുടെ ഉള്ളിലൊരു സിസ്റ്റമായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ ഹാപ്പിയാണ്. പിന്നെ ഫീഡ്ബാക്ക് എന്ന സെൻസിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് മോളൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, ഇപ്പോൾ നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്ന ആളുണ്ട് മിസ്റ്റർ വിനീത്. അപ്പോൾ വിനീത് ഒരു ലാംഗ്വേജ് കോച്ചും കൂടിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ സ്റ്റെല്ലാറിൽ ഉണ്ടായിരുന്നു, സ്പോക്കൺ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ എഫക്റ്റീവായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ക്ലാസ്സുകൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷനും കൂടി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം തീർച്ചയായിട്ടും, പക്ഷേ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്യുന്ന പോലെ അല്ലാതെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു ഒരു അഭിപ്രായം എനിക്കുണ്ട്. എഗെയിൻ അതൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കാണ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ പറയുന്ന പോലെ മുമ്പത്തെ പാരൻസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും താങ്ക് യു.